വെൽക്കം ടു NCERT +1 and +2 ഫിസിക്സ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിന്റെ ആംഗുലർ മൊമെന്റം കണ്ടു. ആംഗുലർ മൊമെന്റ് ഫോർ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ഈസ് സി ആർ ഐ ക്രൂസ് പി ഐ. അതുപോലെ ടോർക്ക് അല്ലെങ്കിൽ മൊമെന്റ് എന്ന് പറയുന്നത് ആർ ഐ ക്രൂസ് എഫ് ഐ. ആൻഡ് ഈ ഫോഴ്സ്, ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണലും ഇന്റേണൽ ഫോഴ്സ് ഉണ്ട്. ബട്ട് അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് തേർഡ് ലോ ഇന്റേണൽ ഫോഴ്സസ് എന്താ അതിന്റെ കോൺട്രിബ്യൂഷൻ 0 ആവുകയും ഈ ടോ എന്ന് പറയുന്നത് it will be completely due to external force and therefore that is tau external. Therefore we can write the conservation principle as dl by dt is equal to tau external. ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ സമ്മറിയിലെ പോയിന്റ്സ് ആണ്, ടെക്സ്റ്റ് ബുക്കിലെ സമ്മറിയിലെ പോയിന്റ്സ് ആണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ ആണ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടത്. സോ ഹിയർ വിൽ സ്റ്റാർട്ട് ദ നെക്സ്റ്റ് സെക്ഷൻ, that is 7.8. that is the equilibrium of a rigid body. ഇതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്, equilibrium of a rigid body. സോ നമുക്കറിയാം ഒരു റിജിഡ് ബോഡിക്ക് രണ്ട് തരത്തിലുള്ള മോഷൻ ഉണ്ട്. എന്താണ്? ഇറ്റ് ഹാസ് ട്രാൻസ്ലേഷൻ മോഷൻ ആൻഡ് റൊട്ടേഷണൽ മോഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ എല്ലാം കണ്ട ഒരു നേരത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വി ആർ ഡീലിംഗ് വിത്ത് എക്സ്റ്റേണൽ ഫോഴ്സസ് ഉണ്ട്. കാര്യം ഇന്റേണൽ ഫോഴ്സസിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? 0 ആയതുകൊണ്ട് എപ്പോഴും എക്സ്റ്റേണൽ ഫോഴ്സ്. അപ്പൊ ഫ്രം നൗ ഓൺവേർഡ്സ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ജസ്റ്റ് മീൻസ് ഇറ്റ് ഇസ് എക്സ്റ്റേണൽ ഫോഴ്സ്. അങ്ങനെ അതിനെ എടുക്കുക. സോ നമുക്കറിയാം ഈ ഒരു ഫോഴ്സ് എക്സ്റ്റേണൽ ഫോഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ലേഷണൽ സ്റ്റേറ്റ് ഓഫ് ദ മോഷനെ ചേഞ്ച് ചെയ്യുന്നത്. ഈ എഫ് എക്സ്റ്റേണൽ എന്ന് പറഞ്ഞ ഈ ഫോഴ്സ് ആണ് ഇറ്റ് ചേഞ്ചസ് ദ ട്രാൻസ്ലേഷണൽ സ്റ്റേറ്റ് ഓഫ് ദ ബോഡി. ട്രാൻസ്ലേഷണൽ സ്റ്റേറ്റ് മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് ചേഞ്ചിങ് ദ ടോട്ടൽ ലീനിയർ മൊമെന്റം. അതിനെയാണ് നമ്മൾ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്തിരുന്നത്. എങ്ങനെയാണ്? ഡി പി ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി ഇസ് ഈക്വൽ ടു എഫ് എക്സ്റ്റേണൽ എന്ന് നമ്മൾ എഴുതിയത്. ആ ഒരു കാര്യം നമ്മൾ കണ്ടതാണ്. ദാറ്റ് മീൻസ് ഈ എക്സ്റ്റേണൽ ഫോഴ്സ് ആണ് ഇറ്റ് ചേഞ്ചസ് ദ ദിസ് ഫോഴ്സ് ചേഞ്ചസ് ദ ട്രാൻസ്ലേഷണൽ സ്റ്റേറ്റ് അല്ലേ? ഇതാണ്, ഇത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ട്രാൻസ്ലേഷണൽ സ്റ്റേറ്റ് ഇത് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞ സംഭവമാണ്. അതുപോലെ തന്നെ that means it changes the total linear momentum. അതുപോലെ ടോർക്ക് ആണ് എന്ത് ചേഞ്ച് ചെയ്യുന്നത്? റൊട്ടേഷണൽ സ്റ്റേറ്റ് മോഷൻ. അത് റിജിഡ് ബോഡിയുടെ റൊട്ടേഷണൽ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്ന ആള് ടോർക്ക് ആണ്. ദാറ്റ് മീൻസ് dl by dt is equal to ടോർക്ക് എക്സ്റ്റേണൽ. ദാറ്റ് മീൻസ് ഈ ഒരു ടോർക്ക് ആണ് ഇതിന്റെ ആംഗുലർ മൊമെന്റത്തിനെ, ബോഡിയുടെ ആംഗുലർ മൊമെന്റത്തിനെ ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ടോ external changes the rotational state of motion അഥവാ അതിന്റെ ആംഗുലർ മൊമെന്റത്തിനെ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഒരു റിജിഡ് ബോഡി മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇഫ് ഇറ്റ് ഇസ് ഇൻ മെക്കാനിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ലീനിയർ മൊമെന്റവും അതുപോലെ തന്നെ അതിന്റെ ആംഗുലർ മൊമെന്റവും സമയത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നില്ല. അഥവാ അതിന് ആക്സിലറേഷൻ, ലീനിയർ ആക്സിലറേഷനും ആംഗുലർ ആക്സിലറേഷനും ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, സോ എ റിജിഡ് ബോഡി is said to be in mechanical equilibrium. പ്രത്യേകം ശ്രദ്ധിക്കുക, എപ്പോഴാണ് ബോഡി മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിൽ വരുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇറ്റ് ഇസ് മെക്കാനിക്കൽ ഇക്വിലിബ്രിയം, അത് സ്റ്റേബിൾ ആയിട്ട് അത് ഇരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അതിന്റെ ലീനിയർ മൊമെന്റവും ആംഗുലർ മൊമെന്റവും സമയത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നില്ല. ഇറ്റ്സ് ലീനിയർ മൊമെന്റം പി and angular momentum L are not changing with time. സമയത്തനുസരിച്ച് മാറില്ല. ഓർ ഇക്വലന്റ്ലി അതിനെന്ത് പറയാം? അതിന് ആക്സിലറേഷൻ ഒന്നും ഇല്ല. ബോഡി എന്താണ്? റെസ്റ്റ് പൊസിഷനിൽ ഇരിക്കുകയാണ്. ഓർ ഇക്വലന്റ്ലി okay, or equivalently the body has neither linear acceleration
nor angular acceleration. ഇത് ബോഡി സ്റ്റേബിൾ ആയിട്ട് ഇരിക്കുകയാണ്, മൂവ്മെന്റ് ഒന്നുമില്ല. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പറയാം മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിലാണ്. ഇക്വിലിബ്രിയം ദാറ്റ് മീൻസ് ലീനിയർ മൂവ്മെന്റ് ആംഗുലർ മൂവ്മെന്റ് ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല, ബോഡി റെസ്റ്റ് പൊസിഷനിൽ ഇരിക്കുകയാണ്. ഓക്കെ, സോ ആ കേസിൽ നമുക്കറിയാം എന്താണ് ലീനിയർ മൊമെന്റും. ഇപ്പൊ ഈ ഒരു രണ്ട് ഇക്വേഷൻ നോക്കുക, ലീനിയർ മൊമെന്റും അതുപോലെ ഇവിടുത്തെ ആംഗുലർ മൊമെന്റും കോൺസ്റ്റന്റ് ആവുക എന്ന് പറയുമ്പോൾ ദാറ്റ് മീൻസ് ഈ എൻറ്റയർ ഡിഫറൻസിയേഷൻ റൂൾ അനുസരിച്ച് ഈ ഒരു എൻറ്റയർ ഈ രണ്ട് ഡിഫറൻഷ്യൽ ടേംസും 0 ആവണം. ദാറ്റ് മീൻസ് എന്നാലേ അത് മേലത്തെ സാധനം കോൺസ്റ്റന്റ് ആവുള്ളൂ അല്ലെ. ഇത് ഡിഫറൻസിയേഷന്റെ റൂളാണല്ലോ, ഡിഫറൻസിയേഷന്റെ റൂളാണ്. ഇഫ് ഡി ബൈ ഡി ടി ഓഫ് സംതിങ് സേ എക്സ് ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ മാത്രമേ എക്സ് എന്താവുള്ളൂ, കോൺസ്റ്റന്റ് ആവുള്ളൂ. സോ ഇവിടെ ടി യു എല്ലാം നമ്മൾ കോൺസ്റ്റന്റ് ആണെന്ന് പറയുമ്പോൾ ഡി ടി ബൈ ഡി ടി എൽ ബൈ ഡി ടി 0 ആണ്. ദാറ്റ് മീൻസ് അതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന ആരൊക്കെയാണ്, എഫ് എക്സ്റ്റേണലും ടോ എക്സ്റ്റേണലും. ദാറ്റ് ഷുഡ് ബി 0. അങ്ങനെയാണെങ്കിൽ മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ മെക്കാനിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ ഉള്ള രണ്ട് കണ്ടീഷൻസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പോകുന്നത്. മെക്കാനിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ ഉള്ള രണ്ട് കണ്ടീഷൻസ് ആണ്. ഫസ്റ്റ് വൺ, ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോഡി ഷുഡ് ബി 0. ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഓരോ പാർട്ടിക്കിളിനും അനുഭവപ്പെടുന്ന ഫോഴ്സിന്റെ വെക്ടർ സം 0 ആയിരിക്കണം. ദാറ്റ് മീൻസ് എല്ലാ പാർട്ടിക്കിളും ഫസ്റ്റ് പാർട്ടിക്കിളിൽ അനുഭവപ്പെടുന്ന സെക്കൻഡ് പാർട്ടിക്കിളിന്റെ ഫോഴ്സ്, അങ്ങനെ എല്ലാത്തിന്റെയും കൂടി nth പാർട്ടിക്കിളിന് വരെ അനുഭവപ്പെടുന്ന ഫോഴ്സിന്റെ വെക്ടർ സം 0 ആയിരിക്കണം. സോ ഈ സമ്മേഷനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ വേണമെങ്കിൽ സിഗ്മ ഇസ് ഈക്വൽ ടു 1 to n, F1 should be equal to 0. അപ്പം ഇഫ് ദിസ് ഇസ് സാറ്റിസ്ഫൈഡ്, ഈ ടോട്ടൽ എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആകുമെന്ന് പറയുമ്പോൾ വിച്ച് മീൻസ് ലീനിയർ മൊമെന്റം P doesn't change with time എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. P doesn't change with time അല്ലേ, ബിക്കോസ് എന്താണ് ഹിയർ ഡി പി ബൈ ഡി ടി equal to f external എന്ന് പറഞ്ഞാൽ 0 ആവുകയാണ്. ദാറ്റ് മീൻസ് P doesn't change with time. അപ്പം ഈ ഒരു കണ്ടീഷൻ, ടോട്ടൽ എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആവുന്ന ഈ കണ്ടീഷനെയാണ് നമ്മൾ ട്രാൻസ്ലേഷൻ ഇക്വിലിബ്രിയത്തിന്റെ കണ്ടീഷൻ എന്ന് പറയാം. This is the condition for translational equilibrium of the rigid body. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ ആണ് ടോട്ടൽ ടോർക്ക് ഓഫ് ദ റിജിഡ് ബോഡി ഷുഡ് ബി ഈക്വൽ ടു 0. ടോട്ടൽ ടോർക്ക് എന്ന് പറയുന്ന ഓരോ ഇൻഡിവിജ്വൽ പാർട്ടിക്കിളിനും, ആ റിജിഡ് ബോഡി ഉണ്ടായിരിക്കുന്ന ഓരോ ഇൻഡിവിജ്വൽ പാർട്ടിക്കിളിന്റെ ടോർക്സിന്റെ വെക്ടർ സം എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി 0. ദാറ്റ് ഇസ് ടോ 1 പ്ലസ് ടോ 2 പ്ലസ് അപ് ടു പ്ലസ് ടോ 1 ഷുഡ് ബി ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് ഇതിനെ നമുക്ക് I is equal to 1 to n 2y is equal to 0 എന്ന് എഴുതാം. അപ്പൊ നമുക്കറിയാം ടോട്ടൽ ടോർക്ക് 0 ആണെങ്കിൽ എന്താണ് സംഭവിക്കുക, ടോട്ടൽ ആംഗുലർ മൊമെന്റം ആ കേസിൽ കൺസേർവ്ഡ് ആവും. ടോട്ടൽ ആംഗുലർ മൊമെന്റം that is represented by the symbol L is conserved, or it will not change with time. Will not change with time. ഇതിന്റെ കാര്യം എന്താണ്, dl by dt is equal to tau external. ഇപ്പൊ tau external 0 ആയതുകൊണ്ട് 0 വരും. Therefore L constant. So this is the condition for rotational equilibrium of the rigid body. ഇതാണ് condition for rotational equilibrium of the equilibrium of the rigid body. അപ്പം ഈ രണ്ട് കണ്ടീഷനുമാണ് എന്താണ് നമ്മളുടെ ഇക്വിലിബ്രിയത്തിന് വേണ്ടിയിട്ടുള്ള കണ്ടീഷൻസ്. അപ്പൊ നമുക്കറിയാം രണ്ട് കണ്ടീഷൻ കണ്ടു. എന്താണ് ടോട്ടൽ ഫോഴ്സ് ഷുഡ് ബി, that is this total force should be equal to 0. നമുക്കറിയാം ഫോഴ്സിന് നമ്മൾ 3 dimensional ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. 3 dimensional സ്പേസിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഈ ഫോഴ്സിന് എക്സ് കമ്പൗണ്ടും വൈ കമ്പൗണ്ടും സെഡ് കമ്പൗണ്ടും ഉണ്ട്. അപ്പൊ അതെല്ലാം 0 ആവണം ഇൻഡിപെൻഡന്റ്. ദാറ്റ് മീൻസ് സിഗ്മ ഈക്വൽ ടു 1 to n, Fi x should be equal to 0, sigma is equal to 1 to n,
Fy should be equal to 0 and sigma I is equal to 1 to n. Fy z should be equal to 0. ഇത് മൂന്നും 0 ആണ്. അതുപോലെ നമ്മുടെ രണ്ടാമത് പറഞ്ഞ കണ്ടീഷൻസ് എന്ന് പറയുന്നത് എന്താണ്? സിഗ്മ I is equal to 1 to n, tau I should be equal to 0. That means ടോയ്ക്കും എക്സ് വൈ സെഡ് കമ്പോണൻസ് ഉണ്ട്. അപ്പൊ അതെല്ലാം ഇൻഡിപെൻഡന്റ്ലി 0 ആവണം. സിഗ്മ I is equal to 1 to n, tau ix ഇതെല്ലാം വെക്ടർ ആയിരിക്കും. Because this is a component which is having both magnitude and direction, so it's a vector. So whenever you are writing, you should always remember to put the vector symbol, okay, arrow on the head to show that it's vector. Okay, sigma is equal to 1 to n, tau iy is equal to 0, and sigma is equal to 1 to n, tau iz is equal to 0. അപ്പൊ നമുക്ക് ആ രണ്ട് കണ്ടീഷൻസ്, ടോട്ടൽ ഫോഴ്സ് 0 ആവണം, ടോട്ടൽ ടോർക്കും 0 ആവണം എന്നുള്ള രണ്ട് കണ്ടീഷൻ്റെ അകത്ത് നമുക്ക് 6 ഇൻഡിപെൻഡന്റ് കണ്ടീഷൻസ് ആണ് ഇട്ടിരിക്കുന്നത്. 1, 2, 3, 4, 5, 6 ഇങ്ങനെ ഈ 6 കണ്ടീഷൻസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ 6 കണ്ടീഷൻസ് ആയാലാണ് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്കറിയാം, ഒരു ബോഡി എന്ന് പറയുന്നത് ഇതെല്ലാം ഇൻഡിപെൻഡന്റ് കണ്ടീഷനാണ്. ഇപ്പൊ ഫോഴ്സ് 0 ആവുന്നതും ടോർക്ക് 0 ആവുന്നതും. അതുകൊണ്ട് തന്നെ there could be a situation in which force 0 ആവുകയും ടോർക്ക് നോൺ 0 ആവുകയും ചെയ്യാം, അല്ലെങ്കിൽ ടോർക്ക് 0 ആവുകയും ഫോഴ്സ് നോൺ 0 ആവുകയും ചെയ്യാം. ബട്ട് മെക്കാനിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ റൊട്ടേഷണൽ ഇക്വിലിബ്രിയം വേണം, ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം വേണം. അത് ബോഡി റെസ്റ്റ് പൊസിഷനിൽ ഇരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ ഈ 6 കണ്ടീഷൻസും നമ്മൾ സാറ്റിസ്ഫൈഡ് ആവണം. ബട്ട് ഇനി നമ്മൾ എന്താണ്, അങ്ങനെ അല്ലാതെ എന്താണ്, ലൈക്ക് ബോഡിക്ക് റൊട്ടേഷണൽ മോഷൻ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക, ട്രാൻസ്ലേഷൻ മോഷൻ ഇല്ല. അങ്ങനത്തെ കേസിൽ എന്ത് പറ്റും? ട്രാൻസ്ലേഷൻ മോഷൻ 0 ട്രാൻസ്ലേഷൻ ഇക്വിലിബ്രിയത്തിലായിരിക്കും. അത് ടോട്ടൽ ഫോഴ്സ് 0 ആവുകയും ടോട്ടൽ ടോർക്ക് നോൺ 0 ആവുകയും ചെയ്യും. അല്ലെങ്കിൽ ബോഡിക്ക് ട്രാൻസ്ലേഷൻ മോഷൻ ഉണ്ട്, റൊട്ടേഷണൽ മോഷൻ ഇല്ല എന്ന് പറയുമ്പോൾ എന്താണ്? റൊട്ടേഷൻ മോഷൻ ഇല്ല എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഇൻ റൊട്ടേഷണൽ ഇക്വിലിബ്രിയം. ടോട്ടൽ ടോർക്ക് 0 ആണ്, പക്ഷേ ടോട്ടൽ ഫോഴ്സ് നോൺ 0 ആണ്. അങ്ങനത്തെ കാര്യങ്ങൾ നമുക്കിവിടെ വരാവുന്നതുണ്ട്. ഓക്കെ, ഇതൊക്കെ നമ്മൾ റിജിഡ് ബോഡിയിലാണ് നമ്മൾ എന്താണ് ഈ റൊട്ടേഷൻ ഇക്വിലിബ്രിയം, ട്രാൻസ്ലേഷൻ ഇക്വിലിബ്രിയം എപ്പോഴും എടുക്കുന്നത്, അല്ലെ? നമ്മൾ നേരത്തെ കേസ്, നേരത്തെ ചാപ്റ്ററിലൊക്കെ കണ്ടിരുന്നു സിംഗിൾ പാർട്ടിക്കിൾ. അതിന്റെ ഇക്വിലിബ്രിയം നമ്മൾ പറഞ്ഞപ്പോഴെങ്ങനെയാ പറഞ്ഞത്? ജസ്റ്റ് ടോട്ടൽ ഫോഴ്സ് 0 ആയാൽ മതിയായിരുന്നു, കൺകറന്റ് ഫോഴ്സ് ആയാൽ മതിയായിരുന്നു. നമ്മൾ റിജിഡ് ബോഡി ആയതുകൊണ്ടാണ് നമ്മുടെ മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിൽ ട്രാൻസ്ലേഷനും റൊട്ടേഷനും വരുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞ ആ കേസ് തന്നെ, ദാറ്റ് ഈസ് എ ബോഡി കുഡ് ബി ഇൻ പാർഷ്യൽ ഇക്വിലിബ്രിയം. അതാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത്. അപ്പം പാർഷ്യൽ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ എന്താണ്? ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയത്തിലാവാം ബോഡി. ബോഡി ഈസ് ഇൻ ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം ആൻഡ് നോട്ട് ഇൻ റൊട്ടേഷണൽ ഇക്വിലിബ്രിയം. എന്നിട്ട് റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിൽ അല്ലാതെ ആവാം. ഓക്കെ, ഇങ്ങനെ വരാം പാർഷ്യൽ ഇക്വിലിബ്രിയം. അല്ലെങ്കിൽ ബോഡി റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിലാണ്. ബോഡി ഈസ് ഇൻ റൊട്ടേഷണൽ ഇക്വിലിബ്രിയം ആൻഡ് നോട്ട് ഇൻ ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം. അപ്പൊ ഈ ഒരു എന്താ പറയാ കാര്യം, ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ഓക്കെ, ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയത്തിലാണ് ബോഡി എന്ന് പറയുമ്പോൾ that means the total force is 0. അപ്പം റൊട്ടേഷണൽ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ ടോട്ടൽ ടോർക്ക് ഈസ് 0. അപ്പൊ ഇറ്റ് ഇസ് നോട്ട് ഇൻ റൊട്ടേഷണൽ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ ടോട്ടൽ ടോർക്ക് ഈ കേസിൽ നോൺ 0. ഇവിടെ ടോട്ടൽ ഫോഴ്സ് ഈസ് നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, സമ്മേഷൻ എടുക്കുക കേട്ടോ, എല്ലാത്തിനും സമ്മേഷൻ, ടോട്ടൽ. ഓക്കെ, എന്നാണ് ഇതിന്റെ അർത്ഥം. അത് മനസ്സിലാക്കിയിരിക്കാം. അപ്പൊ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഈ ഒരു പാർഷ്യൽ ഇക്വിലിബ്രിയത്തിനെയും അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു അനലോഗി ഓഫ് ഫോഴ്സ് ആൻഡ് ടോർക്ക് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് ഇത്. ഈ എ ബി എന്ന് പറയുന്നത്, ഒരു റോഡാണ്, വിച്ച് ഇസ് ഓഫ് നെഗ്ലിജിബിൾ മാസ്, വളരെ ലൈറ്റ് മാസ് ഉള്ള ഒരു ബോഡിയാണ്. ആൻഡ് ഇതിൻ്റെ അകത്ത് നോക്കൂ, ഈ സി എന്ന് പറയുന്നതാണ് ഇതിന്റെ മിഡ് പോയിന്റ്. നമ്മൾ ലാസ്റ്റ്
നമ്മൾ അവിടെ കണ്ടിരുന്ന പോലെ നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നെ കണ്ടിരുന്നു. അതായത് ഇവിടെ എന്താ പറയുക, നമുക്ക് റിഫ്ലക്ഷൻ സിമെട്രി അലോക്കേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ സി വിൽ ആക്ട് ആസ് ദ സെന്റർ ഓഫ് മാസ് പോയിന്റ് അല്ലെ, എവിടെയാണ് ഇറ്റ് വിൽ ആക്ട് ആസ് എ പോയിന്റ് at which the masses are concentrated എന്ന് പറയാം. C, which is the midpoint, is the center of mass point also here. Okay. അപ്പം ഇതിന് ശ്രദ്ധിക്കുക, ഇതിന് അപ്പൊ ആ മിഡ് പോയിന്റും എയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സി ആണ്. അതുപോലെ തന്നെ ഈ സിയും ഇതിന്റെ ഈ അറ്റത്തിനെ ഡിനോട്ട് ചെയ്യുന്ന ബി ആയിട്ടാണ്. അതും തമ്മിലുള്ള ഡിസ്റ്റൻസ് എ ആണ്. ഓക്കെ, അത് തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ രണ്ട് ഫോഴ്സസും ഈ അറ്റത്ത് ഇങ്ങനെ കൊടുക്കുകയാണ്. രണ്ട് ഫോഴ്സ് എ പോയിന്റിലും ബി എന്ന് പറഞ്ഞ പോയിന്റിലും രണ്ട് ഫോഴ്സസ് കൊടുക്കുകയാണ്. ആ ഫോഴ്സസിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. രണ്ട് ഫോഴ്സും എഫ് എന്ന് പറയുന്ന ഫോഴ്സ് ആണ് രണ്ടിടത്തും കൊടുക്കുന്നത്. അത് പെർപെൻഡിക്കുലർ ആയിട്ട് കൊടുക്കുകയാണ്. രണ്ട് ഫോഴ്സസിന്റെയും ഡയറക്ഷൻ സെയിം ആണ്, ഡൗൺവേർഡ് ആണ് രണ്ട് ഫോഴ്സും കൊടുക്കുന്നത്. രണ്ട് പാരലൽ ഫോഴ്സ് കൊടുക്കുന്നു എന്ന് പറയാം. ഓക്കെ, അപ്പം ഇതാണ്. അപ്പോൾ വി ക്യാൻ സീ വാട്ട് ഇസ് ദ ടോട്ടൽ ഫോഴ്സ് ഹിയർ. ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഈ ടോട്ടൽ ഫോഴ്സ് ഓഫ് ദിസ് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഫോഴ്സ് അറ്റ് ദ പോയിന്റ് എ പ്ലസ് ടോട്ടൽ ഫോഴ്സ് അറ്റ് ദ പോയിന്റ് ബി അല്ലേ. അപ്പം ടോട്ടൽ ഫോഴ്സ് അറ്റ് എ എന്ന് പറയുന്ന എഫും ഒന്ന് ടോട്ടൽ ഫോഴ്സ് അറ്റ് ദ പോയിന്റ് ബി എന്ന് പറയുന്നത് എഫ് വരുന്നുണ്ട്. ടോട്ടൽ ഫോഴ്സ് 0 ആണ്, അല്ല 2F ആണ്. ദാറ്റ് മീൻസ് ഓക്കെ, അപ്പം അതിന്റെ അർത്ഥം എന്ന് പറയുമ്പോൾ ബോഡി ഈസ് നോട്ട് ഇൻ ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം. ബോഡിക്ക് ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയത്തിലല്ല, ട്രാൻസ്ലേഷണൽ മോഷൻ അപ്പൊ ബോഡിക്ക് ഉണ്ടാവും എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഇനി നമുക്ക് നോക്കാം, ഇനി നമുക്ക് റൊട്ടേഷണൽ ഇക്വിലിബ്രിയം ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ റൊട്ടേഷണൽ ഇക്വിലിബ്രിയം എടുക്കേണ്ട കാര്യമാണ് ടോർക്ക് എടുത്ത് നോക്കണം. ഫോഴ്സിന് വരെ നമുക്ക് അവിടെയുള്ള അനലോഗിയാണ് റൊട്ടേഷണൽ മോഷന് മൊമെന്റ് ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ ടോർക്ക്. അപ്പൊ നമ്മള് എന്താണ് മൊമെന്റ് ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ ടോർക്ക് എന്ന് പറയാം. അപ്പൊ മൊമെന്റ് ഓഫ് ഫോഴ്സ് അറ്റ് എ നമുക്ക് നോക്കാം. എന്ന് പറഞ്ഞ പോയിന്റിലെ മൊമെന്റ് ഓഫ് ഫോഴ്സ് നോക്കാം. അപ്പൊ അതിന് മുന്നേ ആയിട്ട് നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ റൊട്ടേഷൻ, ഈ ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന റൊട്ടേഷണൽ എഫക്റ്റിന്റെ ഡയറക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ ആ ഡയറക്ഷനും ഇമ്പോർട്ടന്റ് ആണ് റൊട്ടേഷൻ മോഷനിൽ നമ്മൾ ടോർക്കിനെ കൺസിഡർ ചെയ്യുമ്പോൾ. അപ്പം എഫ് കാരണം ഇവിടുത്തെ ആ ഡയറക്ഷൻ ഇങ്ങോട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സി ഈ ഒരു ഡയറക്ഷനാണ് കാണിച്ചിരിക്കുന്നത്. ദിസ് ഇസ് എന്താണ്, ഇത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ആ ഒരു റൊട്ടേഷൻ എഫക്ട് ഫോഴ്സിന്, ആ ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന റൊട്ടേഷണൽ എഫക്ട് എന്ന് പറയുന്നത് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി ഈ പടത്തിൽ നോക്കുക, ഇങ്ങനെ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ദാറ്റ് വിൽ ഓൾവേസ് എന്താണ് സെന്റർ ഓഫ് മാസിന്റെ ആ ഡയറക്ഷനിലേക്കായിരിക്കും അതിന്റെ റൊട്ടേഷണൽ എഫക്ട് വരുന്നത്. അപ്പൊ ആ റൊട്ടേഷണൽ എഫക്ട് ഇവിടെ ഇങ്ങോട്ടാണ് കാണിച്ചത്. ദാറ്റ് മീൻസ് clockwise direction. So for this case we will take this this is clockwise. Sorry, this is clockwise and this is anti-clockwise. Okay, I'm getting confusion now. Sorry, this is clockwise. Sorry, this is clockwise, this is anti-clockwise. Sorry. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ക്ലോക്ക് വൈസിനെ നമുക്ക് പോസിറ്റീവ് ആയിട്ട് തൽക്കാലം വെക്കാം, ആൻഡ് ആന്റി ക്ലോക്ക് വൈസിനെ, ആൻഡ് ഈ ക്ലോക്ക് വൈസിനെ നമുക്ക് തൽക്കാലം നെഗറ്റീവ് ആയിട്ട് എടുക്കാം ഡയറക്ഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് മൊമെന്റ് ഓഫ് ഫോഴ്സ് അറ്റ് എ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് ദ ഡിസ്റ്റൻസ്. നമ്മളിപ്പോ ഒറിജിൻ വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ ആണ് ചിന്തിക്കുന്നെങ്കിൽ എന്താണ് ആർ ക്രോസ് എഫ് എന്നുള്ളതാണല്ലോ. അപ്പം ഈ പോയിന്റും ഈ ഒറിജിൻ ആയിട്ട് നമ്മൾ സെന്റർ ഓഫ് മാസ് പോയിന്റിനെ എടുക്കുമ്പോൾ ആ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ ഇവിടെ എ ആണ്. എ ക്രോസ് എഫ്. ഈ ഫോഴ്സിന്റെ ഡയറക്ഷൻ നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുത്തു. സോ ദാറ്റ് ഇസ് പോസിറ്റീവ് സൈൻ തീറ്റ. സോ ഇവിടെ എഫും ഈ എയും തമ്മിലുള്ള ആംഗിൾ നമ്മൾ 90 ഡിഗ്രിയാണ്. സോ സൈൻ 90. ദാറ്റ് മീൻസ് എ എഫ് സൈൻ 90 എന്നാണ് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, സൈൻ 91 ആണ് കേട്ടോ. സോ എ എഫ്. ഇനി നമുക്ക് ബിയിലെ ടോർക്ക് എടുക്കാം. ടോർക്ക് അഥവാ മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയും. മൊമെന്റ് ഓഫ് ഫോഴ്സ് അറ്റ് ബി വിച്ച് ഇസ് ഇത് എന്ന് പറയുന്ന ടോ എ. ഓക്കെ, ദിസ് ഇസ് ടോ ബി. സോ ഇതെടുക്കുമ്പോൾ നമുക്ക് എ ക്രോസ്, ഇവിടെ എഫിന്റെ ഡയറക്ഷൻ നമ്മൾ നെഗറ്റീവ് ആയിട്ടാണ് എടുത്തത്. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ നമ്മൾ നെഗറ്റീവ് ആയിട്ടാണ് എടുത്തത്. സോ സൈൻ 90. ദാറ്റ് മീൻസ് മൈനസ് എ എഫ്. അപ്പൊ നമ്മൾ നെറ്റ് മൊമെന്റ് എടുത്ത് നോക്കാം. വാട്ട് ഇസ് എ നെറ്റ് മൊമെന്റ്? നെറ്റ് മൊമെന്റ് മീൻസ് ദ മൊമെന്റ് അറ്റ് എ പ്ലസ് മൊമെന്റ് അറ്റ് ബി.
അപ്പൊ നമ്മുടെ നെറ്റ് മൊമെന്റ് എന്ന് പറയുന്നത് എന്താണ്, രണ്ടും കൂടെ കൂട്ടണം. AF മൈനസ് AF ആണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ ദാറ്റ് ഇസ് 0. നമുക്ക് നെറ്റ് മൊമെന്റ് 0 ആയിട്ട് കിട്ടി. അത് ദാറ്റ് മീൻസ് എന്താണ്, ദ ബോഡി ഈസ് ഇൻ റൊട്ടേഷണൽ ഇക്വിലിബ്രിയം എന്ന് പറയാം. ദ ബോഡി ഈസ് ഇൻ റൊട്ടേഷണൽ ഇക്വിലിബ്രിയം. വൈ ഇക്വിലിബ്രിയം ആസ് എന്താണ്, ടോ എന്ന് പറയുന്നത് 0 ആയി. അതുകൊണ്ട് നമുക്ക് ബോഡി എന്ന് പറയുന്നത് റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിലാണ്. അപ്പൊ റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിലാണ് എന്ന് പറയുമ്പോൾ ആ ബോഡിക്ക് എന്താണ്, അവിടെ റൊട്ടേഷൻ ഒന്നും ഇല്ല. അത് റൊട്ടേഷൻ ഒന്നും ഇല്ലാത്ത ഒരു ബോഡിയാണ്. അതിന് ട്രാൻസ്ലേഷണൽ മോഷന്റെ ചേഞ്ചുകളെ ഉണ്ടാവുന്നുള്ളൂ. അതിന് റൊട്ടേഷണൽ മോഷൻ ഒന്നും ഇല്ല. കാര്യം ടോ എക്സ്റ്റെൻഡ് 0 ആയതുകൊണ്ട്. ഓക്കെ, അതിന് ഒരു തരത്തിലുള്ള റൊട്ടേഷനും ആ ബോഡിക്ക് ഉണ്ടാവില്ല. ദാറ്റ് മീൻസ് സോ ഈ ബോഡി ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയത്തിലല്ല, ബോഡി റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിലാണ്. സോ ദിസ് ഇസ് എ കേസ് ഓഫ് എക്സാമ്പിൾ ഫോർ പാർഷ്യൽ ഇക്വിലിബ്രിയം ആസ് വെൽ. ഓക്കെ, പിന്നെ നമുക്ക് പാർഷ്യൽ ഇക്വിലിബ്രിയം എന്ന് പറയാം. ഇനി ഇതേ ബോഡി തന്നെ നമ്മൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കാം. ഇതിന്റെ സെക്കൻഡ് കേസ് ആണ്. ഇവിടെ ഇതെല്ലാം ശരിയാണ്. ഈ ബിയിലെ ഫോഴ്സ് റിവേഴ്സ് ചെയ്തിട്ടുണ്ട്. സി, ഇപ്പം എയുടെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടും ബിയുടെ ഫോഴ്സ് ഇങ്ങോട്ടും. സോ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണ്, പക്ഷെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. സോ ഇൻ ദിസ് കേസ് വാട്ട് ഇസ് എ നെറ്റ് ഫോഴ്സ് ഓൺ ദ സിസ്റ്റം? നമുക്ക് ഈ താഴേക്കുള്ളതിനെ നെഗറ്റീവും മുകളിലേക്കുള്ളതിനെ നമുക്ക് പോസിറ്റീവുമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം എന്താണ്, the net force is minus F plus F which is equal to 0 എന്ന് കൊടുക്കാം. Okay, that means the body is in translational equilibrium. അതിന് ട്രാൻസ്ലേഷൻ മോഷൻ ഒന്നും ഇല്ല. The body is in translational equilibrium. Okay, body translational equilibriumത്തിലാണെന്ന് പറയാം. ഇനി നമുക്ക് മൊമെന്റ് എടുക്കാം. Okay, moment of force or torque, moment of force at A, that is tau A എന്ന് ഡിനോട്ട് ചെയ്യുമെങ്കിൽ ഇവിടെ നമുക്ക് നോക്കാം ആ ഫോഴ്സ് കാരണം ഉണ്ടാവുന്ന റൊട്ടേഷണൽ മോഷൻ, റൊട്ടേഷണൽ എഫക്റ്റിന്റെ ഡയറക്ഷൻ. സി ഇവിടെയാണ് സെന്റർ ഓഫ് മാസ്. സോ അതിന്റെ അകത്തേക്കുള്ള ടുവേർഡ്സ് ഡയറക്ഷൻ തന്നെ ഇത് പോകുന്നത്. ദാറ്റ് മീൻസ് ഇതെന്ന് പറയുന്നത് നമ്മുടെ എന്താണ്, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇത് ആന്റി ക്ലോക്ക് വൈസ്. ഇനി ഇതും ടുവേർഡ്സ് സെന്റർ ഓഫ് മാസ് യു കൺസിഡർ. ഇതും എന്താണ്, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സോ നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാം. ഒരു ഡയറക്ഷൻ പോസിറ്റീവായിട്ട് എടുക്കുകയാണെങ്കിൽ സോ വാട്ട് ഹാപ്പൻസ് ഹിയർ, ദിസ് ഇസ് A cross F sin 90 degree, that is AF. Similarly, moment of force at B which is denoted by tau B is also അതിന്റെ ഡയറക്ഷനും ഒരേ ഡയറക്ഷനിൽ തന്നെയാണ് കണ്ടുപിടിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഓൾസോ AF. സോ എന്താണ്, രണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിമുമാണ്, എന്നാൽ ഒരേ ഡയറക്ഷനിലാണ്, അത് ഒരേ സെൻസിലാണ് അത് പോകുന്നത്. നെറ്റ് മൊമെന്റ് അത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് രണ്ട് മൊമെന്റും. നെറ്റ് മൊമെന്റ് ഓൺ ദ റോഡ് എന്ന് പറയുമ്പോൾ ഇതാണ്, ജസ്റ്റ് ആഡ് ചെയ്യുക AF പ്ലസ് AF. ദിസ് ഇസ് ദ മാഗ്നിറ്റ്യൂഡ്. വെക്ടർ ഇടണ്ട 2AF അല്ലേ. സോ ഇവിടെ എന്താണ്, ടോട്ടൽ ഫോഴ്സ് ഓൺ ദ ബോഡി 0 ആണ്, ബട്ട് the body is in rotational equilibriumത്തിലല്ല. So the body has a rotational motion here. ഇവിടെ ബോഡിക്ക് ഒരു rotational motion ഉണ്ട്. ബിക്കോസ് എന്താണ്, നമ്മുടെ ടോ is not equal to 0 here. സോ ബോഡിക്ക് ഒരു rotational motion ഉണ്ട്. ബോഡി ഇങ്ങനെ എന്താണ്, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. Okay, so this is also a case of this one, partial equilibrium. So ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം, ഈ റോഡ് ഒരു തരത്തിലും ഫിക്സ് ചെയ്തൊന്നും വെച്ചല്ല, ബട്ട് സ്റ്റിൽ ഇറ്റ് ഹാസ് ദ റൊട്ടേഷണൽ മോഷൻ. ഹിയർ ഇറ്റ് ഈസ് ഹാവിങ്, ഈ ബോഡിക്കുള്ള ഈ മോഷൻ എന്ന് പറയുന്നത് എന്താണ്, റൊട്ടേഷൻ വിത്തൗട്ട് ട്രാൻസ്ലേഷൻ. അതാണ് ഈ ബോഡിക്ക് ഇപ്പോൾ ഉള്ള മോഷൻ, റൊട്ടേഷൻ വിത്തൗട്ട് ട്രാൻസ്ലേഷൻ. കാരണം എന്ന് വെച്ചാൽ ട്രാൻസ്ലേഷൻ മോഷൻ ഇല്ല, നെറ്റ് ഫോഴ്സ് 0 ആണ്. ഓക്കെ, അപ്പം ഇവിടെ നിന്ന് നമുക്ക് ടോർക്കിന്റെ ഒരു എന്താ, നമ്മൾ ഇത്രയും നേരം പറയുമ്പോഴും ടോർക്ക് എന്ന് പറയുന്ന, ടോർക്ക് അല്ലെങ്കിൽ കപ്പിൾ എന്ന് പറയുന്ന ഒരു സാധനത്തിൽ നമ്മൾ ആർക്കോസെഫ് എന്ന് വിളിച്ചാലും അത് കുറച്ചും കൂടി വ്യക്തമായിട്ട് ഇപ്പം ഇതിൻ്റെ അകത്ത് കണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഈ ഒരു റോഡിന്റെ കേസിൽ തന്നെ എടുക്കുമ്പോൾ ഒരു ഫോഴ്സ് ഇങ്ങനെയും മറ്റൊരു ഫോഴ്സ് ഇങ്ങനെയും ആയിരുന്നു.
ഓക്കെ. സോ അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ടാണ് ഈ ബോഡി മൊത്തത്തില് ഒരു ആന്റി ക്ലോക്ക് വൈസ് രീതിയിൽ ഇങ്ങനെ ഈ ബോഡിക്ക് ഒരു കറക്കം വരുന്നത്. ഈ റോഡ് എന്ന് പറയുന്നത് ഇങ്ങനെ കറങ്ങും. ദിസ് ഇസ് ദ റോഡ്. ഓക്കെ, ദിസ് ഇസ് ദ റോഡ്. എന്തുകൊണ്ടാണ് വി ആർ ഹാവിങ് ടു ഫോഴ്സസ്. എഫ് എന്ന് പറയുന്നത് രണ്ടറ്റത്ത് രണ്ട് ഫോഴ്സ് ഉണ്ട്. അതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ ഡിഫറെന്റ് ആണ്. അതുകൊണ്ടാണ് അതിനെയാണ് നമ്മൾ ടോർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഈ ബോഡി, ഏതൊരു ബോഡിയാണ് റൊട്ടേഷണൽ മോഷൻ നടത്താൻ അതിന് ഉതകുന്ന ആ ഫോഴ്സ് കൊടുക്കുന്നതിനാണ് നമ്മൾ ടോർക്ക് എന്ന് പറയാം. അപ്പൊ അതെങ്ങനെയാണ്, അതിനൊരു പ്രോപ്പർ ഡെഫിനിഷൻ നമുക്ക് ഇതിന് മനസ്സിലാക്കാം. പെയർ ഓഫ്, ഇവിടെ ഇറ്റ്സ് എ കേസ് ഓഫ് പ്യുവർ റൊട്ടേഷന്റെ കേസാണ്, അത് ട്രാൻസ്ലേഷൻ ഇല്ല അല്ലെ. അപ്പം എ പെയർ ഓഫ് ഈക്വൽ ആൻഡ് opposite forces, pair of equal and opposite forces with different lines of action. അതിനെയാണ് നമ്മൾ ടോർക്ക് അല്ലെങ്കിൽ കപ്പിൾ എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മളൊരു സിഗ്നിഫിക്കൻസ്. അപ്പൊ എന്താണ് എന്തിനെങ്കിലും ടേൺ ചെയ്യാനായിട്ട് ഉണ്ടാക്കുന്ന ടേൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഫോഴ്സാണ് ടോർക്ക്. അപ്പം ഈ ടോർക്കിനെ സ്പെഷ്യലി നമ്മൾ കപ്പിൾ എന്ന് വിളിക്കണമെങ്കിൽ എല്ലാ ടോർക്കിനെയും നമ്മൾ കപ്പിൾ എന്ന് വിളിക്കില്ല. അത് പ്യുവർ റൊട്ടേഷൻ കേസിലാണ് നമ്മൾ ആ ടോർക്കിനെ കപ്പിൾ എന്ന് വിളിക്കുക. അത് കപ്പിൾ പ്രൊഡ്യൂസസ് കപ്പിൾ പ്രൊഡ്യൂസസ് റൊട്ടേഷൻ വിത്തൗട്ട് ട്രാൻസ്ലേഷൻ. അത് നമ്മളുടെ നെറ്റ് ഫോഴ്സ് rotation, okay, without translation. The translation illa ennu parayumbo, that means the body is in translation. Net force 0 ആവുന്ന കേസിൽ ഉണ്ടാക്കുന്ന ഫോഴ്സ് which produces the rotational effect, അതിനെയാണ് നമ്മൾ കപ്പിൾ എന്ന് വിളിക്കുക. ഓക്കെ, അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ചില എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. See, this is the fingers apply couple to turn the lid എന്നതാണ്. ഇവിടെ the net force is 0 here. Okay, ഇത് ഒരാളുടെ കൈ, നമ്മുടെ ഫിംഗേഴ്സ് ആണ്. Okay, these are the fingers. അപ്പൊ ഫിംഗേഴ്സ് വെച്ച് നമ്മൾ ഈ ലിഡിന് ഇങ്ങനെ ഒരറ്റത്തും പിടിക്കണം. സോ നമ്മൾ ഈ ലിഡിന് ഈ എല്ലാ സ്ഥലത്തു നിന്നും ഇങ്ങനെ ടച്ച് ചെയ്ത് there will be equal and opposite forces. അതുകൊണ്ട് ഇതിന്റെ നെറ്റ് ഫോഴ്സ് ആണ് 0 ആണ്. പക്ഷേ എന്താണ്, നമ്മൾ ഓരോ സ്ഥലത്തും പിടിക്കുമ്പോഴും നമ്മൾ ഇൻഎഫക്റ്റിൽ ഉണ്ടാക്കുന്ന റൊട്ടേഷണൽ ഫോഴ്സിന്റെ അത് there will be a net torque will be here. ഒരു നെറ്റ് ടോർക്ക് ഇവിടെ ഉണ്ടാവും. ഒരു നെറ്റ് ടോർക്ക് എന്ന് പറയുന്നത് ഉണ്ടാവും. സംതിങ് which can cause the rotational effect. അപ്പൊ ആ റൊട്ടേഷൻ അതാണ് ഇവരെന്ത് ചെയ്യുന്നത്, തിരിക്കുന്നത്, ഈ ലിഡിനെ തിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മൾ ഡെയിലി ലൈഫിൽ ഒരു എക്സാമ്പിൾ ആണ്. അതായത് അപ്ലൈ ഫോഴ്സസ് ആണ്. സോ നെറ്റ് ടോർക്കിനാണെങ്കിൽ but there will be a net effect also. ടോർക്കിന്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ടോർക്ക് അപ്ലൈഡ് ആവുന്നത് ഒരേ ഡയറക്ഷനിലായിരിക്കും. സോ അതുകൊണ്ടാണ് ഇൻഎഫക്റ്റിൽ അത് ഒരേ റൊട്ടേഷണൽ മോഷനിൽ മാത്രമാവുകയും സംഭവം ലിഡ് തിരിഞ്ഞ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇത് മറ്റൊരു എക്സാമ്പിൾ ആയിട്ട് കാണിച്ചിരിക്കുന്നത് ഇതെല്ലാം ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ ആണ്. ഓക്കെ, എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് എക്സേർട്സ് equal and opposite force on the poles of a compass needle. These two forces form a couple. ഓക്കെ, ഇതും ടെക്സ്റ്റിലെ എക്സാമ്പിൾ ആണ്. ഇത് എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡിലുള്ള കോമ്പസ് നീഡിൽ. ഓക്കെ, അപ്പൊ എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് സൗത്ത് പോളിലും നോർത്ത് പോളിലും ഈക്വൽ ആയിട്ടുള്ള ഫോഴ്സ് ആണ് എക്സേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നോർത്ത് പോളിലേക്കുള്ള ഫോഴ്സ് നോർത്തിലേക്കും സൗത്ത് പോളിലേക്കുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ടുവേർഡ്സ് സൗത്തിലേക്കും ആയിരിക്കും. എക്സെപ്റ്റ് ഈ ഒരു നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ പോയിന്റ് ചെയ്യുന്നത് ഒഴികെ ബാക്കി എല്ലാ സമയത്തും ഇങ്ങനെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് 0 ആവുകയും there will be ഒരു റൊട്ടേഷണൽ എഫക്റ്റ് ഉണ്ടാവുന്നത്. സോ we can say couple is acting on the needle എന്ന് നമുക്ക് പറയാം. couple is acting on the needle
due to Earth's magnetic field എന്ന് പറയാം. ഓക്കെ, ഇനി നിങ്ങളുടെ ടെക്സ്റ്റിലെ തന്നെ ഒരു എക്സാമ്പിൾ ആണിത്. ഈ എക്സാമ്പിൾ നമുക്ക് show that the example 7.7 show that the moment of a couple doesn't depend on the point above which you take the moments. ഇപ്പൊ കപ്പിൾ എന്ന് പറയുമ്പോൾ തന്നെ ശ്രദ്ധിക്കുക എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണ്. അപ്പൊ അങ്ങനത്തെ കേസിന് അത് ബോഡീസിന് റൊട്ടേഷണൽ മോഷൻ വിച്ച് ഈസ് പ്രൊവൈഡഡ് ബൈ ദ കപ്പിൾ. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മളിപ്പോ ഒരു പ്രൂഫ് പോലെ ഒരു കാര്യമാണ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് മോർ ദാൻ ദാറ്റ് ഈ സ്റ്റേറ്റ്മെന്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൊമെന്റ് ഓഫ് എ കപ്പിൾ doesn't depend on the point above which you takes the moment. അത് ഈ എക്സാമ്പിൾ കഴിയുമ്പോൾ മനസ്സിലാവും എന്താണ് അത് കൃത്യമായിട്ട് ഉദ്ദേശിക്കുന്നത്. മൊമെന്റ് ഓഫ് കപ്പിള് എന്താണ്, ഏത് പോയിന്റിലാണോ മൊമെന്റ് എടുക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഈ എക്സാമ്പിളിൽ കഴിയുമ്പോഴത്തേക്കും അത് മനസ്സിലാവും. ഓക്കെ, ഒരു റിജിഡ് ബോഡിയിൽ ഒരു ഇങ്ങനെ ഒരു കപ്പിൾ ആക്ട് ചെയ്യാന്ന് വിചാരിക്കുക. അതായത് എ ബി എന്ന് പറയുന്ന നിങ്ങളുടെ ബോഡി എന്ന് വിചാരിക്കാം. ഒരു ബോഡി എ ബി. അപ്പം ഇതൊരു റിജിഡ് ബോഡിയാണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആൻഡ് നമ്മളൊരു ഫോഴ്സ്, അപ്പൊ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം? ഈക്വലും ആയിരിക്കണം, ഓപ്പോസിറ്റ് ആയിരിക്കണം, എന്നാലേ കപ്പിൾ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ദെർഫോർ ലെറ്റ് ഈ പോയിന്റ് ബിയിലുള്ള ഫോഴ്സ് ഇങ്ങോട്ടാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇങ്ങോട്ടും അതിനെ നമുക്ക് പോസിറ്റീവ് ഫോഴ്സ് ആയിട്ട് എടുക്കാം. ആൻഡ് ഇങ്ങോട്ടുള്ളത് ഇങ്ങോട്ടാന്ന് വിചാരിക്കും. സോ ഇതിന് നമുക്ക് എന്താണ് നെഗറ്റീവ് ആയിട്ട് എടുക്കാമല്ലോ. സോ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയി. ഓക്കെ, അപ്പം നമ്മളിനി ഏതെങ്കിലും ഒരു പോയിന്റ് നമ്മൾ ഈ O എന്ന് പറയുന്ന പോയിന്റിന്റെ വിത്ത് റെസ്പെക്ട് ടു ദിസ് പോയിന്റ് വിൽ ടേക്ക് ദ കപ്പിൾ. ഓക്കെ, O എന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഈ Oയും Aയും തമ്മിലുള്ള ഈ ഒരു വെക്ടർ, ഓക്കെ, വെക്ടർ ഡയഗ്രം തന്നെയാണ്. നമ്മളുടെ ബോഡി ഇതായിരുന്നു കേട്ടോ, എ ബി. അപ്പോ നമ്മൾ O എന്ന് പറഞ്ഞ പോയിന്റ് പൊസിഷൻ വെക്ടർ ബിയുടെയും എയുടെയും O എന്ന് പറയുന്ന പോയിന്റിന് റെസ്പെക്ട് ആയിട്ടായിരിക്കും എടുക്കുക. സോ ലെറ്റ് O ടു എ, ഇത് Oയിൽ നിന്നും ഈ എ വരെയുള്ള ഈ ഒരു ആ പൊസിഷൻ വെക്ടറിൽ നിന്ന് R1 ആവട്ടെ. ആൻഡ് Oയിൽ നിന്നും ബി വരെയുള്ള ഈ പോയിന്റ്, ഓക്കെ, ഈ പോയിന്റിൽ നിന്ന് R2 എന്നാവട്ടെ അതിന്റെ പൊസിഷൻ വെക്ടർ. സോ ഈ ഫോഴ്സ്, അതായത് എഫ് എന്ന് പറഞ്ഞ ഇതാണ് നമ്മുടെ എഫ് എന്ന് പറഞ്ഞ ഫോഴ്സ്. ഓക്കെ, എഫ് എന്ന് പറയുന്ന ഫോഴ്സ് ബിയിലും മൈനസ് എഫ് എന്ന് പറയുന്ന, ഓക്കെ, ഇങ്ങനെയായിരുന്നു വരച്ച മൈനസ് എഫ് എന്ന് പറയുന്ന ഫോഴ്സ് മൈനസ്. ഓക്കെ, നമുക്ക് പറയാം ഈ ഫോഴ്സ് എന്ന് പറയുന്ന പോസിറ്റീവ് എഫും ഈ ഫോഴ്സ് എന്ന് പറയുന്ന മൈനസ് എഫും എന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണ് ഇതെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് മൊമെന്റ് ഓഫ് ഫോഴ്സ് വിത്ത് റെസ്പെക്ട് ടു ദ ഒറിജിൻ എടുക്കാം. സോ മൊമെന്റ് ഓഫ് ദ കപ്പിൾ, ഈ കപ്പിളിന്റെ മൊമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ രണ്ട് പോയിന്റിലും ഉണ്ടാക്കുന്ന മൊമെന്റിന്റെ സം ആയിരിക്കും അല്ലെ? അപ്പം മൊമെന്റ് ഓഫ് ഫോഴ്സ് അറ്റ് എ ആദ്യം നോക്കാം. മൊമെന്റ് ഓഫ് ഫോഴ്സ് അറ്റ് എ എന്ന് പറയുമ്പോൾ എന്താണ്? റെസ്പെക്ട് ടു O ആണ് എടുക്കുന്നത് കേട്ടോ. അപ്പം ആ ഡിസ്റ്റൻസ് ഫ്രം O ടു A എന്ന് പറയുന്നത് R1 ആണ്. സോ R1 ക്രോസ് ഫോഴ്സ് അപ്ലൈഡ് എന്ന് പറയുന്നത് മൈനസ് എഫ്. ആൻഡ് മൊമെന്റ് ഓഫ് ഫോഴ്സ് അറ്റ് ബി എന്ന് പറയുന്നത് R2 ക്രോസ് എഫ്. അപ്പൊ മൊമെന്റ് ഓഫ് കപ്പിൾ, മൊമെന്റ് ഓഫ് ദിസ് കപ്പിൾ എന്ന് പറയുന്നത് ഇതിന്റെ സമ്മേഷൻ ആണല്ലോ. സോ R1 ക്രോസ് മൈനസ് എഫ് മൈനസ് പ്ലസ് എന്താണ് R2 ക്രോസ് എഫ് അല്ലേ? ഞാൻ ഇവിടെ തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യാം. സോ ദാറ്റ് ഇറ്റ് വിൽ ബി ഈസി. സോ R2 പോസിറ്റീവ് അല്ല, R2 ക്രോസ് എഫ് പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് അതിനെ ആദ്യം എഴുതാം. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഈക്വൽ ടു, ഓക്കെ, സോ R2 ക്രോസ് എഫ് മൈനസ് R1 ക്രോസ് എഫ് എന്ന് എനിക്ക് എഴുതാം. സോ ഇവിടെ ശ്രദ്ധിക്കുക, ഓർഡർ ഒക്കെ മാറ്റർ ചെയ്യും. നിങ്ങൾക്ക് R2 ക്രോസ് എഫിന് ഒരിക്കലും F ക്രോസ് R2 എന്ന് എഴുതാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ഡയറക്ഷൻ ഒക്കെ റിവേഴ്സ് ചെയ്യും. നമുക്കിത് പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് തിരിച്ച് എഴുതുന്നുള്ളൂ. അതായത് നമുക്ക് ഒരിക്കലും F ക്രോസ് R2 ഒന്നും എഴുതാൻ പറ്റത്തില്ല കേട്ടോ. സോ
ഇത് R2 ക്രോസ് എഫും R1 ക്രോസ് എഫും ഇതിനെ നമ്മളിത് ഡിസ്ട്രിബ്യൂട്ടീവ് ലോവും ഒക്കെ അപ്ലൈഡ് ആവണം വെക്ടർ പഠിച്ചാണ്. സോ യു ക്യാൻ റൈറ്റ് ദിസ് ലൈക്ക് R2 മൈനസ് R1 ക്രോസ് എഫ് എന്ന് എഴുതിയാൽ ഇതിന് തെറ്റൊന്നുമില്ല. സോ നമ്മൾ അങ്ങനെ നിങ്ങളിവിടെ നോക്കിക്കേ, നിങ്ങൾ ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ കണ്ടതാണ്. ദിസ് ഇസ് R1. അത് ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെയാണ് ഈ ആരോ കിടക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെയാണ് ഈ ആരോ കിടക്കുന്നത്. സോ ഇഫ് ഐ ക്യാൻ മേക്ക് ഇവിടെ ഈ വെക്ടർ എ എന്ന വെക്ടർ ബിയിലാണ് എൻഡ് ചെയ്യുന്നത് എന്നുള്ള രീതി നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും. എന്താണ് അക്കോർഡിംഗ് ടു വെക്ടർ അഡീഷൻ അനുസരിച്ച് നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യമാണ് R1 plus vector AB will be equal to R2 or AB will be equal to എന്താണ് vector R2 minus vector R1. So therefore നമ്മുടെ moment of couple നോക്കൂ. moment of couple എന്ന് പറയുന്നത് എന്താണ് R2 minus R1 cross F എന്നാണ് ഇപ്പൊ കണ്ടത്. R2 minus R1 cross F. R2 minus R1 cross F. So R2 minus R1 എന്ന് പറയുന്നത് എന്താണ് AB cross F. ഓക്കെ, അപ്പം AB ഇനി നോക്കുക. അപ്പം നമ്മളുടെ മൊമെന്റ് ഓഫ് കപ്പിൾ കിട്ടിയത് AB ക്രോസ് F എന്നുള്ളതാണ്. ക്രോസ് F ഫോഴ്സ് AB എന്ന് പറയുന്നത് എന്താണ് ഈ A to B ഈ റോഡിന്റെ ഡിസ്റ്റൻസ് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. ദാറ്റ് മീൻസ് നമ്മൾ ചൂസ് ചെയ്ത ഒറിജിൻ എന്ന് പറയുന്നത് എന്താണ് O എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിലാണ് നമ്മൾ O ചൂസ് ചെയ്തത്. ആ ഓയുമായിട്ട് ഒരു ബന്ധവും ഇതിന്റെ മൊമെന്റിനില്ല. ഓക്കെ, അപ്പൊ മൊമെന്റ് ഓഫ് ഫോഴ്സ് നമ്മൾ ഈ ഒരു O എന്ന് പറഞ്ഞ പോയിന്റിലാണ് എടുത്തത്. പക്ഷെ അതിന് നമുക്ക് മൊമെന്റ് ഓഫ് ഫോഴ്സ് അവസാനം നമുക്ക് ആ നെറ്റ് മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് ആ O എന്ന് പറഞ്ഞ പോയിന്റായിട്ട് ഒരു ബന്ധമില്ല. സോ നമ്മൾ ഇവിടെ ഒരു പോയിന്റ് എടുത്താലും അല്ലെങ്കിൽ ഇവിടെ ഒരു പോയിന്റ് എടുത്താലും അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു പോയിന്റിൽ ഏത് പോയിന്റിൽ കണ്ടുപിടിച്ചാലും നമുക്ക് കിട്ടുന്ന മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ചോയ്സ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ പോയിന്റ് എന്നതാണ്. അപ്പൊ അതാണ് ഈ സ്റ്റേറ്റ്മെന്റിന്റെ പ്രൂഫ്. ആൻഡ് ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് സെക്ഷൻ കാണാം. താങ്ക് യു.